ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പാലക്കാടൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പാലപ്പല്ലേ, അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. പാലക്കാട് എന്ന് പറഞ്ഞാൽ പാലക്കാടുള്ള എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് നാൾ നാട്ടിൽ പോയി നിന്നപ്പം അച്ഛൻ്റെ കൂടെ നിന്ന സമയത്ത് പറളിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റജില. അവളാണ് എനിക്ക് ഈ റെസിപ്പി തന്നത്. കൃത്യമായിട്ട് ആരൊക്കെ ഉണ്ടാക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ വീട്ടിലൊന്നും ഈ റെസിപ്പി അല്ല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ പാലപ്പ റെസിപ്പി ഇട്ടതാണല്ലോ. പക്ഷേ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യാമെന്ന്. കാരണം ഈ റെസിപ്പിക്കകത്ത് നാളികേരം ആവശ്യമില്ല. ഒരു ഇത്തിരി ഉഴുന്നും അരിയും അതുപോലെ കുക്ക്ഡ് റൈസില്ലേ, ചോറും കൂടെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കണേ. ഒരു ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. നല്ല സൂപ്പർ അപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടു നോക്കും. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമ്മൾ മറ്റേ പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന എന്ത് കറികളും നമുക്ക് ഇതിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ഇനി കോമ്പിനേഷൻ ആർക്കൊന്നും ടെൻഷൻ അടിക്കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നാളികേരം കിട്ടാത്തവർക്കോ നാളികേരം വേണ്ട ഇഷ്ടമല്ലാത്തവർക്കോ ബുദ്ധിമുട്ടുള്ളവർക്കോ ഉപകാരമാവും. പഞ്ചസാര ഇടണ്ട, അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടാതെ യൂസ് ചെയ്യാം, അതില്ലാതെ യൂസ് ചെയ്യാം. ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മീൻകറിയിൽ ചെറിയൊരു തെറ്റുണ്ട്, എന്നോട് ക്ഷമിക്കൂ. കാരണം ഞാൻ ഒന്നാമത് പാലക്കാട്ടുകാരിയാണ്. പണ്ടെന്നോ ഹോസ്റ്റലിൽ നിന്ന് ഏതോ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടുള്ള ഓർമ്മയിൽ, എന്നോ ഉണ്ടാക്കിയ ഒരു ഓർമ്മയിൽ കുറേ വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ അതൊന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ പാലക്കാടിലെ മലബാർ മീൻകറിയുടെ ഓർമ്മയിൽ അങ്ങനെ അങ്ങ് ചെയ്തു പോയതാണ്. അപ്പോൾ അതിൽ ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ വാളൻപുഴി ഒഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ തൃശ്ശൂർ മീൻകറിയിൽ കുടംപുളി മാത്രമേ ഇടുള്ളൂ. അതുപോലെ കടുക് പൊട്ടിക്കില്ല എന്നുള്ള 2 ഇൻഫർമേഷൻ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറച്ച് പേര് തന്നിട്ടുണ്ടായിരുന്നു. ഇൻഫർമേഷൻ തന്നവർക്ക് 1000 നന്ദി. എൻ്റെ തെറ്റുകൾ ക്ഷമിച്ച് എൻ്റെ വീഡിയോസ് കണ്ട് സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു ആപ്പം ഉണ്ടാക്കാം. ഇത് പാലക്കാട് ചില ഭാഗത്തുള്ള ആൾക്കാർ മാത്രം ഉണ്ടാക്കുന്ന റെസിപ്പി കേട്ടോ. എൻ്റെ വീട്ടിൽ പാലപ്പമൊന്നും ഇങ്ങനെയല്ല ഉണ്ടാക്കണേ. ഇത് പാലപ്പത്തിൻ്റെ പോലെ തന്നെ വേറൊരു അപ്പമാണ്. ഇതിനവർ ആപ്പം എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി എടുത്തപ്പം 1/4 ഗ്ലാസ് ഉഴുന്ന്, അതുപോലെ 1 ഗ്ലാസ് കുക്ക് ചെയ്ത ചോറ്, അതായത് കുക്ക്ഡ് റൈസ്, അത്ര ഐറ്റംസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് ഉഴുന്ന്, 1 ഗ്ലാസ് ചോറ്. അരി ഈ ഉഴുന്നുമൊക്കെ ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ നല്ലപോലെ 3-4 മണിക്കൂർ വെള്ളത്തിൽ നല്ലപോലെ കുതിർത്തെടുക്കണം. പിന്നെ ഇതൊന്നും സെപ്പറേറ്റ് ഒന്നും അരയ്ക്കാനില്ല കേട്ടോ, എല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്നെയാണ് അരയ്ക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന്, ഞാൻ കഴുകി വെച്ചതാണ് ഉഴുന്ന്, കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടത്. കഴുകി സോക്ക് ചെയ്ത ഉഴുന്നാണ്. അത് ഞാൻ അങ്ങ് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് വെള്ളം കൂടെ ചേർത്ത്. ഇത് നന്നായിട്ട് അരയണ്ട, ജസ്റ്റ് ഒന്ന് പകുതി അരഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ട് ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചേർക്കാനുള്ളതാണ്. സെപ്പറേറ്റ് ആയിട്ടൊന്നും അരയ്ക്കാനില്ല. അപ്പോൾ നമുക്കിതൊന്ന് പകുതി അരച്ചിഞ്ഞ് വരാം. ഉഴുന്നൊന്ന് അരഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് അരി ചേർക്കാം. ഞാൻ പറയാൻ വിട്ടുപോയി, പച്ചരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ ഇഡ്ഡലി അരി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ബാസ്മതി റൈസോ പച്ചരിയോ ഒക്കെ യൂസ് ചെയ്യാം. ഇതിനിപ്പം അങ്ങനെ ഇഡ്ഡലി അരി വേണമെന്നൊന്നുമില്ല. എൻ്റെ കയ്യിൽ മറ്റേ പച്ചരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇഡ്ഡലി അരി ചേർത്തു എന്നേ ഉള്ളൂ. ഇഡ്ഡലി അരി ഇട്ടാലും നന്നായിട്ട് കിട്ടും. അപ്പോൾ അരിയുടെ കാര്യത്തിൽ പച്ചരി ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇത് കണ്ടോ, അരിയിൽ നല്ലോണം തരിയുണ്ട്, റവ പോലെ ആയിട്ടേ ഉള്ളൂ. ഇത് പോരാ, ഞാൻ ഇതിലേക്ക് ബാക്കി ചോറ് കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. നിങ്ങൾക്ക് അപ്പോൾ വെള്ളത്തിൻ്റെ അളവിന് ഒരു കണക്ക് കിട്ടും. ആ 1 ഗ്ലാസ് റൈസ് കൂടെ, കുക്ക്ഡ് റൈസ് കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ചിട്ട് വരിക. അധികം തരിയൊന്നും വേണ്ട, നമ്മൾ പാലപ്പത്തിന് ചെയ്യണ പോലെ തന്നെ. പക്ഷേ ഇതിൽ ഒരുപാട് വെള്ളം ചേർക്കരുത്. ഞാനത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്, ഒട്ടും തരിയില്ലാതെ കണ്ടോ, ഒട്ടും തന്നെ തരിയില്ല, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്.
പറ്റുന്നത്രയും തരിയില്ലാതെ അരച്ചെടുക്കുക. ഒരു അല്പം തരി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് പാലപ്പത്തിൻ്റെ റെസിപ്പിയിലൊരു കമൻറ്റ് വന്നിരുന്നു, ചൂടാവണ്ട മിക്സി എന്നും പറഞ്ഞിട്ട്. അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർ എന്തരയ്ക്കുമ്പോഴും ഇത്തിരി തണുത്ത വെള്ളം, അതായത് ഫ്രിഡ്ജിൽ വെച്ച വെള്ളം എടുത്തിട്ട് അരച്ചാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് ഈ ഒരു തിക്നെസ് തന്നെ മതി. ദോശമാവിൻ്റെ ബാറ്ററിൻ്റെ ഒക്കെ തിക്നെസ്. ഇതിൽ കൂടുതൽ ലൂസാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇത് മിനിമം 8 hours വരെ വെക്കണം. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ മാവിന് നമുക്ക് അടച്ചു വെക്കാം. ഇതിൽ ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കില്ല. 8 hours മിനിമം ഇത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കണം. പിന്നെ സമയമുള്ളവർക്ക് കൂടുതൽ വെക്കാം. കാരണം ഞാനിത് നാളെ രാവിലത്തേക്ക് എടുക്കുകയുള്ളൂ. വൈകുന്നേരം ഒരു 8 മണിക്കൊക്കെയാണ് ഇവിടെ അരയ്ക്കുന്നത്. നാളെ രാവിലെ 8 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. നോർമലി നമ്മൾ പറയുന്ന പോലെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാവൊക്കെ വെക്കുന്ന സൗകര്യം എങ്ങനെയാണോ അതുപോലെയുള്ള സ്ഥലത്ത് തന്നെ വെക്കുക. എന്തായാലും ഞാനിതിനൊരു പെർഫെക്റ്റ് റെസിപ്പി ആയിട്ട്, അതായത് ഞങ്ങളൊക്കെ കൈകൊണ്ട് പിടിയേണ്ടാണ് ഉഴുന്നൊക്കെ കളഞ്ഞിരുന്നത്. എനിക്ക് ആ പെർഫെക്റ്റ് ഒരു റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര നാൾ ഞാൻ ഇത് ഇടാതിരുന്നത്. ഇതെൻ്റെ ഒരു കൂട്ടുകാരി റെജിലയാണ് എനിക്ക് റെസിപ്പി തന്നത്. റെജില, താങ്ക്സ്. എന്തായാലും ഞാൻ ഈ റെജിലയുടെ റെസിപ്പി എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, അതല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിനി നാളെ നോക്കാം ഈ മാവിൻ്റെ കണ്ടീഷൻ എന്താണെന്ന്. നമ്മുടെ മാവ് അടുത്ത ദിവസത്തെ അവസ്ഥയാണിത്. ഇതുണ്ടോ, നല്ലപോലെ ഫോമൻ്റ് ആയിട്ടുണ്ട്. തിക്കായി കുറച്ചുകൂടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഫെർമെൻറ്റേഷന് മുമ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് ഫെർമെൻ്റ് ആവില്ല അധികം നന്നായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കേട്ടോ. നമുക്ക് ഈ മാവിന് ഈ ഒരു തിക്നെസ് പോരാ. നമുക്ക് ആവശ്യമുള്ള അത്രയും മാവെടുത്ത് മാറ്റിയിട്ട് മാത്രം വെള്ളം ചേർക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് മാറ്റിയിട്ടാണ് ചുടുന്നത്. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി. ദോശ ബാറ്ററിനേക്കാളും കുറച്ചുകൂടെ ലൂസ്, നമ്മുടെ പാലപ്പത്തിൻ്റെയൊക്കെ ബാറ്ററില്ല ആ ഒരു ലൂസ് വേണം. ഈ ഒരു ലൂസ് മതി. നമുക്കിനി ഇത് ചുട്ട് നോക്കാം. നമ്മുടെ പാലപ്പം പാത്രം ഉണ്ടല്ലോ, പാലപ്പം ഉണ്ടാക്കണ അപ്പച്ചട്ടി, ആ അപ്പച്ചട്ടി ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി വെള്ളം തെളിച്ചത്, കുറച്ച് ചൂട് കൂടുതലായി, ഇത്തിരി വെള്ളം തെളിച്ചിട്ട് ഒഴിച്ച് കളഞ്ഞിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ, ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും ഒഴിക്കണ്ട. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഒരുപാട് ചൂടാക്കിയിട്ട് ഒഴിക്കണ്ട. ഒരു തവി മാവ് ഒഴിക്കുക. അതൊന്ന് ചുറ്റിക്കുക. നല്ലപോലെ ബബിൾസൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഒരു 1-1.5 മിനിറ്റ് സമയമായപ്പോൾ നമ്മുടെ ആപ്പമൊക്കെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മൊരിക്കാം. ഞാൻ ഇത്ര ആക്കുന്നുള്ളൂ. നടുവൊക്കെ കണ്ടോ, നല്ലപോലെ പഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കി അപ്പം ചുട്ടെടുക്കാം. ഒരു തവി മാവൊഴിച്ചു. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ മൊത്തം ചുട്ടെടുക്കുന്നത്. ബബിൾസൊക്കെ വന്നു കഴിയുമ്പോൾ അടച്ചു വയ്ക്കുക. ആപ്പം ചുടുന്ന പാത്രം അപ്പച്ചട്ടി ഇല്ലാത്തവർക്കും അതുപോലെ ഉള്ളവർക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിലും അടച്ചു വെക്കാൻ എന്തെങ്കിലും ഒരു പാത്രം കറക്റ്റായിട്ട് ഉണ്ടാവണം. ഒരു അടപ്പ് കൃത്യമായിട്ടുള്ള ഒരു പാനിൽ വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ എൻ്റെ പാലപ്പത്തിലും ചുട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പാലപ്പത്തിൽ കാണാൻ പറ്റും. ഇതാ നമ്മുടെ അടുത്ത അപ്പം റെഡിയായി.
നമ്മുടെ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്